നമസ്കാരം. യുദ്ധത്തിന്റെ പുക ഇനിയും പൂർണ്ണമായി അടങ്ങിയിട്ടില്ല. മിസൈലുകളുടെ ശബ്ദം അതിർത്തികളിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. എന്നാൽ അതിനിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് യുദ്ധമല്ല, സമാധാനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു അവകാശവാദമാണ് ഇപ്പോൾ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത്. ഇറാൻ തന്നെയാണ് അമേരിക്കയെ സമീപിച്ചത്. അവർക്കൊരു കരാർ വേണം. ട്രംപിന്റെ ഈ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുകയാണ്. പക്ഷേ ഈ അവകാശവാദം എന്താണ് സൂചിപ്പിക്കുന്നത്? യുദ്ധത്തിന്റെ ഭാഷയിൽ നിന്ന് ചർച്ചയുടെ ഭാഷയിലേക്കുള്ള ഒരു മാറ്റമോ, അതോ സമ്മർദ്ദ നയതന്ത്രത്തിന്റെ മറ്റൊരു അധ്യായമോ, അതോ വീണ്ടും ട്രംപിന്റെ ഒരു കെട്ടുകഥയോ? അമേരിക്കയുടെ പുതിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾക്കായി ഇറാൻ സമീപിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഒരു കരാറിനായി അപേക്ഷിക്കുകയാണ്. എന്നാൽ കരാർ പാലിക്കാൻ അവർ തയ്യാറാണോ എന്ന് ഉറപ്പില്ല എന്നും ട്രംപ് പറഞ്ഞു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സൈനിക നടപടിക്ക് പിന്നാലെ ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടുവെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനിൽ നിന്ന് വിളിച്ചിരുന്നു. കരാറിലെത്താൻ അവർക്ക് അത്രയേറെ ആഗ്രഹമുണ്ട്. എന്നാൽ അവർ അതിന് അർഹരാണോ എന്ന് എനിക്കറിയില്ല. അവർ കരാർ പാലിക്കുമോ എന്ന് ഉറപ്പില്ല. അതാണ് പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനേക്കാൾ ശക്തമായാണ് അമേരിക്ക തിരിച്ചടിച്ചതെന്ന് വ്യക്തമാക്കിയ US പ്രസിഡന്റ് സൈനിക നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവർക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. അവർ ആക്രമിക്കുന്ന ഓരോ തവണയും നമ്മൾ 20 മടങ്ങ് ശക്തമായി തിരിച്ചടയ്ക്കും. അവർ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിലും ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ സൈനിക നടപടിക്ക് നാറ്റോ സഖ്യകക്ഷികൾ പിന്തുണ വാഗ്ദാനം ചെയ്തതായും, എന്നാൽ ഇപ്പോൾ അവരുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ വിഷയത്തിൽ സഹായിക്കാൻ അവർക്കെല്ലാം വലിയ താല്പര്യമാണ്. എന്നാൽ അതിന് സമയമേറെ വൈകിപ്പോയി. നമുക്ക് യഥാർത്ഥത്തിൽ സഹായത്തിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ അവകാശവാദവും ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക പ്രതികരണങ്ങളുമാണ്. ഇറാൻ യഥാർത്ഥത്തിൽ ഏത് തലത്തിലാണ് അമേരിക്കയെ സമീപിച്ചതെന്നോ ഔപചാരിക ചർച്ചകൾ ആരംഭിച്ചെന്നോ സ്വതന്ത്രമായി സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ ഈ ഘട്ടത്തിൽ നയതന്ത്ര നീക്കങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ സൂക്ഷ്മതയോടെയാണ് സമീപിക്കേണ്ടത്. എന്നാൽ പശ്ചാത്തലം വ്യക്തമാണ്. ഏതാനും ദിവസങ്ങളായി ഹോർമോസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങൾ, അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾ, ഇറാന്റെ മുന്നറിയിപ്പുകൾ എന്നിവ പശ്ചിമേഷ്യയെ വീണ്ടും അതീവ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധഭൂമിയിലെ സമ്മർദ്ദം പലപ്പോഴും ചർച്ചാമേശയിലെ നീക്കങ്ങളായി മാറാറുണ്ട് എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പുതുമയല്ല. സൈനിക സമ്മർദ്ദവും നയതന്ത്ര ഇടപെടലും ഒരേ സമയം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് പല പ്രതിസന്ധികളിലും കണ്ടിട്ടുള്ളത്. ഇത് വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമല്ല. ലോക ഊർജ്ജ വിപണി, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഗൾഫ് മേഖലയിലെ സുരക്ഷ, ആഗോള സാമ്പത്തിക സ്ഥിരത ഇവയെല്ലാം ഈ ബന്ധത്തിന്റെ ഗതിവിഗതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രസ്താവനയും, ഓരോ സൈനിക നീക്കവും, ഓരോ നയതന്ത്ര സൂചനയും ലോകരാജ്യങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ചരിത്രം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. വലിയ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് പലപ്പോഴും യുദ്ധഭൂമിയിലല്ല, ചർച്ചാമേശയിലാണ്. എന്നാൽ ആ ചർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് നിരവധി രാഷ്ട്രീയ മുന്നറിയിപ്പുകളും പരസ്പര അവകാശവാദങ്ങളും ശക്തി പ്രകടനങ്ങളും അരങ്ങേറും. ട്രംപിന്റെ പുതിയ പ്രസ്താവനയും അത്തരമൊരു നയതന്ത്ര മുന്നറിയിപ്പാണോ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. അതോ യഥാർത്ഥ സമാധാന ചർച്ചകൾക്ക് തുടക്കമാകുമോ എന്നതും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ് തീരുമാനിക്കുക.